കേട്ട് നോക്കിട്ട് ഇട്ടിട്ടില്ലാത്ത പോലെ തോന്നിയത്. ആയിരം വെട്ടം വിളിച്ചൊന്നുമില്ലല്ലോ. ഇവിടെ ആരുമില്ലേ? ഏതായി രാജാപ്പാട്ട്? സ്വാമി പാദം. ഈ ആവേശവും അസഭ്യവർഷവും ഒന്ന് കുറയ്ക്കൂ കുട്ടികളെ. കുട്ടികളെ, നിങ്ങളുടെ വെടിവെപ്പെല്ലാം കേമം. എന്നാ ഈ അമിതാവേശവും അസഭ്യവർഷവും. എടാ അക്കുവിന്റെ വോയിസ് എടുത്തു, പക്ഷെ അവന്റെ ഇട്ടില്ല കേട്ടോ. മറ്റേ ഹൈഡ്രോൺ എന്ന് പറഞ്ഞാൽ അറിയാം കഴിച്ചെങ്കിൽ ഹൈഡ്രോൺ കോപ്പറേറ്റ് ഇല്ല. അടി ഇത് നമ്മള് ഇത് ചെയ്തല്ല, അപ്പൊ കോപ്പറേറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല, കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അണ്ണ ആടിന് അത്ര പാല് കിട്ടുമെന്നോ. എന്നിട്ട് ന്യൂ സബ്സ്ക്രൈബർ ഇൻസ്റ്റാഗ്രാം റീൽ 50 ലൈക്ക്. നോട്ട് അണ്ടർസ്റ്റാൻഡ് യുവർ ലാംഗ്വേജ് ബട്ട് റിയാക്ഷൻ വി എൻജോയ്ഡ്. ഓക്കെ ബ്രോ. ആശാനെ സിനിമയിലെടുത്തു. അങ്ങനെയാണ് ഈ വരവിൽ മൂല്യച്യുതി ബാധിച്ച യുവതയെ സന്മാർഗികളാക്കാൻ നാം തീരുമാനിച്ചത്. വരൂ കുട്ടി, ഉപവിഷ്ടനാകൂ. सन 1945 में जब वो बसबारा जेल के सुपरिटेंडेंट उसको मारा, महा ने कहा यहाँ भी मारा. ആ രംഗം സദാ മനസ്സിൽ ഓർക്കുന്നതുകൊണ്ട് കാമായിട്ട് കളിക്കാൻ തീരുമാനിച്ചത്. തൊന്തൊക്കെ വിളിക്കുന്നില്ല. ക്ഷമിക്കണം, നിങ്ങളുടെ ഒന്നും താതനെ തുമ്മിക്കുന്നില്ല. കുട്ടികളെ, പുള്ളിക്ക് ഏതൊരു ആക്ട് പുള്ളിക്കുണ്ടല്ലോടാ. ഞാൻ ഇതൊക്കെ എത്ര നേരം കൊണ്ടാ പഠിച്ചെന്നറിയാം ഗൈസ്. പക്ഷെ പുള്ളി ഉണ്ടല്ലോ ഗൈസ്, പുള്ളിക്ക് അവർ ഡയലോഗ് പറഞ്ഞു കൊടുക്കും, പുള്ളി 2 പ്രാവശ്യം ഒന്ന് വായിക്കും, പിന്നെ പുള്ളി അത് പറയുമ്പോൾ ഒറ്റയടിക്ക്. അവരുടെ ഇതല്ലേ ഇത്, പ്രൊഫഷനല്ലേ ഇത്. പുള്ളിയൊക്കെ ഭയങ്കര സ്മൂത്ത് കേട്ടാ. ഞാൻ സത്യം പറഞ്ഞാൽ ഇതായിപ്പോടാ, അങ്ങ് എന്താ പറയണ്ടേ, ഒരു വല്ലാണ്ടായിപ്പോയി. കാരണം രാവിലെ തന്ന ഡയലോഗാണ്, പഠിച്ചിട്ടില്ല. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം രാത്രിയായി, എന്നിട്ട് ഞാൻ ആ ഡയലോഗ് പഠിച്ചിട്ടില്ല. പഠിച്ചു, പക്ഷെ മറന്നു പോകുന്നടാ. ആൾക്കാരെ മുന്നോട്ട് പറയാനുള്ള കോൺഫിഡൻസ് ഇല്ല, മനസ്സിലായ? നമ്മൾ ഈ ഇവിടെ കിടന്ന് കുണ്ണത്താളം അടിക്കുന്ന പോലെ ഡയലോഗൊക്കെ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ പറയത്തില്ല. പക്ഷെ അതുപോലെ അല്ലടാ അവിടെ ചെന്ന് കഴിയുമ്പോൾ. മൊത്തം അവിടെ ചെയ്യുമ്പോൾ വേറൊരു ഇതാണ്, സത്യം പറയാലോ. ഇത്രയും ആൾക്കാർ പുറകെ നിൽക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ആരെങ്കിലും അത് അനുഭവിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് മറ്റേ സ്റ്റേജിൽ കയറി പോലും ഞാൻ എതിരിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആദ്യമായിട്ടാണ് ഞാൻ അത്ര ആൾക്കാരെ മുന്നേ വെച്ച് ഞാനിട്ട് പറഞ്ഞ് കുറച്ച് ആൾക്കാരെ മാറ്റാമെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഞാൻ മാറ്റിച്ച് കുറച്ച് ആൾക്കാരെ, അതറിയാം. പുണ്യജന്മങ്ങൾക്ക് ലഭിക്കുന്ന പൂർവജന്മ സാഫല്യമാണ് നന്മകളുടെ വിളനിലമായ നല്ലോണം. തദവസരത്തിൽ യുദ്ധഭൂമി ദൂരഭാഷണ ശ്രവണ സഹായി ഭാരതം ശാന്തമായി കളിച്ചാലും ആവാം. പ്രിയ സ്ക്വാഡ് അംഗമേ, ആ എഡബ്ല്യൂഎം എനിക്കായി സാധ്യമാക്കുമായിരുന്നെങ്കിൽ ശത്രുവിന്റെ അനിവാര്യമായ അന്ത്യം നമുക്ക് നിർവഹിക്കാമായിരുന്നു. സായിപ്പോനെ, ശത്രുവിന്റെ നെറ്റിത്തടത്തിൽ പൊട്ടുപോലെ ചാർത്തു ഈ ഉണ്ട. കവിതയെ കൊട്ടത് കവിതയുടെ അസ്കിതയുമുണ്ടേ. സാൻഹോക്കിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ, അങ്ങ് പോച്ചിങ്കിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തയോ. എങ്ങനെയുണ്ട് പണ്ഡിതൻ? കവിത കേട്ട് മാവേലിയെ സ്വന്തം സ്കോഡ് തന്നെ കാർബ്ലാസ് ആക്കി തീർത്തിരിക്കണം. നെഗറ്റീവ് മാത്രം കളിക്കുന്ന ചില ഗെയിമിംഗ് മെഗളോമാനിയാക്സ് എന്നെ മൃതപ്രായനാക്കിയിരിക്കുന്നു. സ്ക്വാഡായിട്ട് കളിക്കുമ്പോൾ വാമനനെ പോലെ പിന്നിൽ നിന്ന് വന്ന് ബാക്ക് സ്റ്റബ് ചെയ്യുന്നോടാ തെണ്ടികളെ. ഓണത്തിന് പാതാളത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണ് ഈ മാവേലി. മാവേലി നാട് വണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നാർക്കും മുട്ടില്ലാതാനും ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം. കുട്ടികളെ പൂക്കളിട്ട് കഴിഞ്ഞ് കളത്തിൽ ഇറങ്ങിക്കുമ്പോൾ പായസം കഴിഞ്ഞ് 2 വെടി വെക്കുക. ബെസ്റ്റ് ആക്ടർ എടാ
ടെൻഷൻ അടിച്ചാണ് ഇത് ചെയ്തത്. എടാ എൻ്റെ ഇത് എടുത്തവരുണ്ടല്ലോ, ഞാൻ കാര്യം വേണ്ട കൈസ്, എൻ്റെ ഈ വീഡിയോ എടുത്തവന്മാര് മനസ്സിൽ എന്നെ തെറി പറഞ്ഞിട്ടുണ്ടോ, കുറെ തെറി പറഞ്ഞിട്ടുണ്ടോ അവന്മാര്. Subscribe.